ഈ പറഞ്ഞ പോലെ പ്രേതം പ്രേതങ്ങള് ഇതേപോലുള്ള എക്സ്പീരിയൻസ് ധാരാളം പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ തന്നെ ക്ലോസ് ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ട്. മനീഷേട്ടന് ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, മനീഷേട്ടന് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോ ഒറ്റ ചോദ്യം, മനീഷേട്ടൻ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി ഷെയർ ചെയ്യാം. അനുഭവങ്ങൾ ഭയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ഒരനുഭവം എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കും ഞാൻ പേടിക്കൊന്നുമില്ല, അതൊന്നുമില്ല, ഞാൻ പേടിക്കും. മനുഷ്യനെന്നല്ല പറയട്ടെ, അതാണ് പറഞ്ഞ അനുഭവങ്ങളെ. ഇരുട്ടിനൊന്നും പേടിയൊന്നുമില്ല. ഇപ്പൊ ഇരുട്ടിനെ പേടി എന്താണെന്നറിയോ? ഇരുട്ടിന് പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടിലിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റാത്തതിന്റെ ഒരു പേടി. കാരണം അവിടെ ചിലപ്പോൾ പാമ്പുണ്ടാവാം, പട്ടിയടിക്കാം, അല്ലെങ്കിൽ തേളുണ്ടെങ്കിൽ തേളുത്താം. അങ്ങനെയുള്ള ജീവികളെ കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടാവും. ചിലപ്പോൾ കള്ളന്മാരോ കൊലപാതകങ്ങളുണ്ടെങ്കിൽ അപകടം സംഭവിക്കുകയും ചെയ്യാം. അതൊന്ന് ഇരുട്ടിനുള്ള പേടി. ഇനിയിപ്പോ പറഞ്ഞു വന്ന പ്രേതങ്ങൾ എന്ന് പറഞ്ഞു. പ്രേതങ്ങളെ പേടിയുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രേത സിനിമ നമ്മൾ പേടിക്കും. എന്നാ പ്രേതങ്ങളെ കണ്ടാൽ നമ്മൾ പേടിക്കും എന്നുള്ള സംശയമാണ്. എന്താണെന്നറിയോ? പ്രേത സിനിമയിലെ പോലെ പ്രേതങ്ങളൊന്നും നമ്മൾ പേടിക്കില്ല. കാരണം എന്താണെന്നറിയോ? പ്രേത സിനിമയിൽ പേടിക്കുന്നതിന് കാരണം ശബ്ദമില്ല, പ്രധാനപ്പെട്ട ശബ്ദം. അല്ല, പക്ഷെ ഞാൻ പറയട്ടെ, സൈലൻസ് ഒരു പ്രേത സിനിമകളിൽ വലിയൊരു ഘടകമാണ്. അങ്ങനെയല്ല പ്രേത സിനിമകൾ പേടിപ്പിക്കുന്നത് ശബ്ദം കൊണ്ടാണ്. ആ സൈലൻസ് പെട്ടെന്നൊരു അതായത് ശബ്ദം വൈബ്രേഷൻ. ഒരു ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിറയ്ക്കും. ഒരു ഇന്ന പിച്ചിൽ കൂടുതൽ ശബ്ദം ഉണ്ടായി നമ്മുടെ ശരീരം വിറയ്ക്കും. ആ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ വസ്തുക്കൾ വരെ ഇത് ചെയ്യും, ട്രംബിൾ ചെയ്യും. ഒരു ഫ്ലൈറ്റ് ഇതിലെ പോകണമെന്ന് വെച്ചു, ഫൈറ്റർ ജെറ്റ് ഇവിടെ ഈ പ്രദേശത്ത് ഈ മൈതാനത്ത് ഇവിടെ അടുത്തുള്ള മൈതാനത്ത് ഒന്ന് ഇറങ്ങി അറിയുന്നല്ല സാധനങ്ങൾ ഒരു ചെറിയൊരിതുണ്ടാവും. മറ്റേ ഗുണ്ടൊക്കെ പൊട്ടുമ്പോണ്ടാവുന്ന വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ ശബ്ദമായിട്ടുള്ളത്. ഈ ശബ്ദം നമ്മളെ പേടിപ്പിക്കുന്നത്. സൈലന്റ് ഫുൾ സൗണ്ട് കുറച്ചിട്ട് ഒരു പ്രേതപടം കാണാം, കോമഡി എന്ന് പറഞ്ഞിട്ട് പണ്ട് നമ്മുടെ അൽപരശുരൻ. അതുപോലെ തന്നെയാണ്. കാരണം എന്താണ്, പ്രേതം ബാക്കിലൊന്നും അയാൾ അറിയില്ല. അപ്പൊ നമുക്ക് ചിരി വരും. അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ട് സൈലൻസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഒരു ഭയങ്കര ഒരു സൗണ്ടാണ്. അപ്പൊ നമ്മള് ആ ശബ്ദം കേട്ടിട്ട് നമ്മള് ആ ഒരു ഭീകരത ഉണ്ടാവും പോകണമെന്നുള്ള തലച്ചോറിലുള്ളത്. അപ്പോ ഈ പ്രശ്നം ഈ പ്രേത അപ്പുവിന്റെ ബാക്കിൽ വന്ന് നിൽക്കണമെന്ന് വെച്ചു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാണ്ട് കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചോണ്ടിരിക്കും. പ്രേതം ബോറടിക്കുള്ളോട് എന്ത് ചെയ്യാന്? പ്രേതത്തിന് പിന്നെ കൈയും കാലും വേണം തല്ല, പ്രേതത്തിന് അതില്ലല്ലോ. പിന്നുള്ളത് കുറെ വീഡിയോ ഇതൊക്കെ ഉണ്ട്, കാണിക്കുന്നുണ്ട്. കാരണം കുറെ സാധനങ്ങൾ തട്ടിയിരുന്നത് അച്ഛാ കയ്യിലല്ലോ നമ്മൾ. പക്ഷെ അത് തട്ടിയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പറ്റൂ, അതൊക്കെ പറ്റും. ചില മറ്റേ ഊർജങ്ങൾക്ക്, ഓർമ്മകളും ഊർജങ്ങളും, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പ്രേതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയും ഊർജവും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. കാരണം ഊർജത്തിന് ഒരാളുടെ ഓർമ്മയോടുകൂടി ഒരു ഊർജം നിലനിൽക്കുന്നതാണ് പ്രേതം. അപ്പൊ ഇവിടെ ഒരു പ്രേതബാധ ഉണ്ടെന്ന് വിചാരിക്കുക. ശരിക്കും പ്രേതബാധ വെച്ചാൽ ആ ഊർജം ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഊർജം അത് അയാളുടെ ഓർമ്മകളോടൊത്ത് ഇവിടെ പെട്ടുപോയിരിക്കുന്നു. കാരണം അതിന്റെ ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിച്ചൊരു സ്ഥലമാണ്, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ആൾക്കാർക്കൊന്നും താമസിക്കുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ അത് പേടിയിരിക്കും. ചിലപ്പോൾ അതിനത് അതിന് പോകുന്നത് അതിന് താല്പര്യം ഉണ്ടാവില്ല. ആ ഊർജത്തിന് ഓർമ്മകളുണ്ടാവും. ഊർജത്തിൽ നിന്ന് ഓർമ്മ ഓർമ്മപ്പെട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് സ്വതന്ത്രമായിട്ട് ലയിക്കും. ഈ ഓർമ്മയാണ് പിന്നെ അവിടെ ഇങ്ങനെ കിടക്കുന്നുള്ളൂ. ഇയാള് ജീവിച്ച ജീവിതാനുഭവങ്ങൾ ഓർമ്മ. പ്രേതം കയറി എന്നുള്ളൊരു പരിപാടി കേൾക്കുന്നുണ്ടല്ലോ. സയൻസ് അതിനെ ഡ്യുവൽ പേഴ്സണാലിറ്റി, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ അസുഖമായിട്ട് പറയും. അങ്ങനെയൊന്നും വെച്ചാൽ ഇതാണ് ഈ ഓർമ്മയില്ലേ. അതായത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഈ ഓർമ്മ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാനൊരു ലളിതമായിട്ടൊരു കഥ പറയാം. ഇവിടെ ഒരു വീട്, ആ വീട്ടിലൊരാൾ ജീവിച്ചിരുന്നു കുറെ കാലം. അയാൾ എന്തൊക്കെയോ മരിച്ചുപോയി. ചിലപ്പോൾ സ്വാഭാവിക അല്ലെങ്കിൽ ആക്സിഡന്റിൽ അയാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അയാളുടെ ഓർമ്മ അവിടെ കിടക്കുന്നുണ്ട്. ഈ ഊർജ്ജമായിട്ട് പറ്റിപ്പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ അയാൾ ഓർമ്മ അവിടെ കിടക്കണം. ഈ ഊർജം ഈ ഓർമ്മനെ തള്ളിയിട്ട് ഉറങ്ങിക്കെടുക്കുന്ന അവിടുത്തെ പയ്യന്റെ ഇതുമായിട്ട്, ഏത് തലച്ചോറിലെ ഓർമ്മകളായിട്ട് കണക്ട് ആയി. ഈ ഊർജം അയാളുടെ ഊർജത്തിനായിട്ട് കണക്ട് ചെയ്തു, ഓർമ്മകളായിട്ട് കണക്ട് ചെയ്തു. ഈ പയ്യൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയ്യന്റെ ശരീരോ മുഖോ ചെവിയോ കയ്യോ കാലൊന്നും അയാളെ പോലെ ആവില്ലല്ലോ. പ്രവൃത്തിയിലാവുക. നടക്കുന്ന അയാളെ പോലെയോ, ചിരിക്കുന്ന അയാളെ പോലെയോ, വർത്താനം പറയുന്ന അയാളെ പോലെയോ, അയാളുടെ ഓർമ്മകൾ കൊച്ചു സംസാരിക്കുന്നു. അപ്പൊ പ്രേതം എന്ന് വെച്ചാൽ അപ്പം എന്തിട്ടാണ്? വ്യക്തിയാണോ ഓർമ്മയാണോ? ആത്മാവ് എന്ന് പറയുന്നത് ഓർമ്മകളാണ്. അല്ലാതെ അതിനോട് ഊർജം ചേരുമ്പോഴാണ് അതിനനങ്ങാൻ പറ്റുന്നത്. അത് ഇവിടെ
അലസമായി കിടക്കുന്ന മറ്റേ അയാളുടെ ഓർമ്മകളെ ഒരു ഊർജം തള്ളി ആ ഓർമ്മകളിലാണ് ആ ഊർജത്തിനാണ് ഇവിടെ അനക്കാൻ പറ്റുള്ളൂ. ഈ കോസ്മിക് ഊർജം ഭൗതികമായിട്ടുള്ള ചില ഊർജങ്ങളുമായിട്ട് ചേരുമ്പോഴാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സാധനം തട്ടിടാൻ പറ്റും ചിലപ്പോ. അതിന് ഭൗതിക ഊർജം വേണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ പല ഗെയിമുകളുണ്ട്, ഇപ്പൊ ഈ പ്രയത്നം വിളിച്ചു വരുത്താന്ന് പറയുന്നത് ഓജോ ഓജോട് അതുവരെ അത് കളിച്ചിട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോന്നും പറയുന്നുണ്ട്. ഇങ്ങനെ യാഥാർത്ഥ്യം അതവരുടെ അനുഭവമാണ്. എനിക്ക് അതിനെ കുറിച്ച്, കാരണം ഞാനത് ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പണ്ട് ഓർമ്മ പോലും ഇല്ല. പക്ഷെ അതിലൊരു നമ്മളെ ഒരു സൈക്കി വർക്ക് ചെയ്യും. നമ്മുടെ സൈക്കി എന്ന് പറയുമ്പോൾ ആ മൈൻഡ് വർക്ക് ചെയ്യും. നമ്മുടെ ഒരു ഏതാണ് പറയുക, അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുള്ള കംപ്ലീറ്റ്ലി മനുഷ്യന്റെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു വിഷയമാണ് വിശ്വാസം. ഈ അറിയാത്ത അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞു കോസ്മിക് എനർജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ അതെന്ന് വെച്ചാല് നമ്മൾക്ക് ഊർജങ്ങളെ രണ്ടായിട്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ നേരത്തെ മറ്റേ നമ്മുടെ ഇവിടെ ഉള്ള ഭൗതികമായിട്ടുള്ള ഊർജ ഇതുകൾ അതിനെ അളക്കാനൊക്കെ പറ്റും. ഏത് ഇപ്പൊ മറ്റേ കുറെ മർദ്ദങ്ങളൊക്കെ അളക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഇല്ലേ, അതുപോലെ നമുക്ക് ഊർജത്തിലൊക്കെ അളക്കാം. പല രീതികളുണ്ട് ഭൗതികമായിട്ടുള്ള. ഇതിന്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിലല്ല ഇത് അളക്കാൻ പറ്റില്ല. ഈ കോസ്മിക് എനർജി എന്ന് പറഞ്ഞ വശം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് വൈകാരികതയുടെ കേന്ദ്രമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാള് നമ്മുടെ ഇത്ര കെമിക്കൽ ഉയർന്നിട്ട് നമുക്ക് പ്രേമം വരും എന്ന് പറയുന്നത്, അതിന്റെ ചേഞ്ച് വരുമ്പോ ഓക്കെ സയൻസ് അതൊക്കെ കണ്ടുപിടിച്ചു. എന്തുകൊണ്ടാണ് പ്രേമം വരുന്നത് പറയാൻ പറ്റും. അയാൾക്ക് ആ പെണ്ണിനെ കണ്ടിട്ട് അവിടെ പൂരിപ്പിക്കാതെ കിടക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അയാൾക്ക് ആ പെണ്ണിനെ കാണുമ്പോൾ ശരി വരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇത്ര കെമിക്കലുകൾ ആ കെമിക്കലുകൾ വർക്ക് ചെയ്യാനുണ്ടായ സാധ്യത എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ബ്ലാങ്ക് ഇല്ലേ, ആ ബ്ലാങ്ക് സ്പേസ് ആണിത് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നേരിയ മറ്റൊരു ഊർജ്ജ ലോകം. അതാണ് നമ്മളെ ദുഃഖം ഉണ്ടാക്കുന്നത്. വൈകാരികതകൾ, കവിത എഴുതിക്കുന്നത്, കഥ എഴുതിക്കുന്നത്, ആശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ലോകത്ത് ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും കഥാകൃത്തിന്റെ ആശയങ്ങളാണ്. ഏതെങ്കിലും ഒരു കഥാകാരൻ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതിയ റോക്കറ്റുകൾ, യന്ത്രമനുഷ്യന്മാരുടെ ലോകം, അത് അവരുടെ ഒരു ആശയമാണ്. എന്താണ് അതിന് ഓടാൻ കൂടി ശാലില്ല കേട്ടോ. റെഡി ഒരു 10 മിനിറ്റ് കഴിയും. റെഡി വെള്ളം കൊടുക്കും. വെള്ളമുണ്ടോ ടേക്ക് 6 ആക്ഷൻ. എന്നിട്ട് പറഞ്ഞ അപ്പൊ ഈ ഊർജങ്ങളാണ് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ഈ ഭൗതികമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് പൂരിപ്പിക്കപ്പെടാതിരിക്കുന്ന ആ ഗ്യാപ്പിലാണ് നമ്മളെന്ത് ഈ പൂരിപ്പിക്കപ്പെടാതെ എടുക്കുന്ന അല്ല നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആത്മാവ്, അങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം എടുക്കുന്നത്. ആത്മീയത, ആത്മാവ്, അതീന്ദ്രിയത, അങ്ങനെ പറയുന്ന എല്ലാ ഫോർമാറ്റുകളും ഈ അളക്കപ്പെടാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഫോർമാറ്റിൽ എടുക്കുന്നതുകൊണ്ട് ഇതെന്താണെന്ന് വ്യക്തമായിട്ടും അറിയുന്നവരുണ്ട്. വ്യക്തമായിട്ട് പൂർണ്ണമായിട്ട് അറിയുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് അവഗാഹമുള്ളവരും ഉള്ളവരുണ്ട്. ഇതിലേക്ക് കടക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് മതങ്ങളിലെ ആചാരങ്ങൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കാം, കീകളാണ്. ഇന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, കീയാണെന്നറിയാം, കീ ഒരു തോളയുന്നതാണ്. ഇത് ഇങ്ങനെ തിരിക്കണം, ഇത് അറിഞ്ഞൂടാ. ഇങ്ങനൊക്കെ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത് മറ്റേ നെഗറ്റീവ് ഈ ഊർജ്ജത്തിനെടുത്തിട്ട് നമുക്ക് മറ്റേ പണി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ല, കളിമണ്ണ്. അപ്പൊ ഈ ഒരു ഊർജ്ജത്തിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആത്മാവായിട്ടും പ്രേതമായിട്ടും ദൈവങ്ങളായിട്ടും മാലാഖമാരായിട്ടും ഒക്കെ മൂർത്തീകരിക്കുന്നത്. അതിന് നമ്മുടെ വിശ്വാസത്തിൽ തന്നെ പറയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ അമൂർത്തമായി കിടക്കുന്ന ഊർജ്ജം. ആ അമൂർത്തമായി കിടക്കുന്ന ഊർജ്ജത്തിനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ സങ്കല്പം കഴിച്ച് മന്ത്രം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തക്കോല വൈബ്രേഷൻ, ഊർജ്ജത്തിന് എനർജിനെ ചെയ്യണ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്, ചേർക്കുന്നതാണ്. അങ്ങനെ മൂർത്തി രൂപമാക്കിയിട്ട് ആരാധിക്കുന്നത്.